പേർഷ്യൻ രാജ്യത്തിനെതിരെ ഒരു അമേരിക്കൻ അധിനിവേശം നടത്തുമ്പോൾ തീർച്ചയായിട്ടും അതിനെ എതിർത്തില്ലെങ്കിലും അനുകൂലിക്കാതെ നിൽക്കുമെന്നാണ് GCC രാഷ്ട്രങ്ങളോട് നമ്മൾ കരുതിയത്. പക്ഷേ മാത്രമല്ല, ഇപ്പോൾ ബഹ്റിനിലായിരുന്നാലും ശരി, അത് ഒരു പക്ഷേ ഈ മേഖലയിലെ ഒരു അരക്ഷിതാവസ്ഥ കൂട്ടുകയല്ലേ ചെയ്യുന്നത്. അരക്ഷിതാവസ്ഥ ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല, അരക്ഷിതാവസ്ഥ ഉണ്ട്. പക്ഷേ ചന്തു നായർ ഒരു കാര്യം ഓർക്കണം, ഈ മാർച്ച് 1-ാം തീയതിയല്ലേ യുദ്ധം തുടങ്ങിയത്. മാർച്ച് 1-ാം തീയതിക്ക് മുമ്പ് ഈ ഖത്തർ, ഈവൻ UAE, സൗദി പറഞ്ഞു ഇറാനെ ആക്രമിക്കരുതെന്ന് ഒരു 10 ദിവസം മുമ്പ്. ഇവരെല്ലാം ഇറാനുമായിട്ട് ശത്രുക്കളല്ലെങ്കിലും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ എന്തിനിത് ചെയ്തു എന്നല്ലേ ചോദിച്ചത്. എന്തിനിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വീണ്ടും പറയും, ഈ ഇഡിയോട്ടിക് ആക്ഷനാണ് ഈ ക്ലർജിയുടെ, ഈ തലക്കെട്ടുകാരുടെ, ഈ ഗൾഫ് കൺട്രീസിനെ, ഇവരെ ഒരു ഫ്രണ്ട്ലി നേഷൻസ് ആയിരുന്നു. അവര് ഇപ്പൊ എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ, ഈ വാർ നിന്ന് കഴിഞ്ഞാൽ അഗെയിൻ ഐ ടെൽ യു ചന്തു നേരെ, മാർക്ക് മൈ വേർഡ്സ്, നമുക്ക് കാണാം ഇന്നേക്ക് 6 മാസത്തിനകത്ത് ഇസ്രായേലുമായിട്ട് അവർ വളരെ ക്ലോസ് ആവും. ഓൾ GCC കൺട്രീസ്. നേരത്തെ സൗദി ഒപ്പിട്ടില്ലായിരുന്നു, അബ്രഹാം കരാർ ഒപ്പിട്ടില്ലായിരുന്നു. പക്ഷെ ഇവരെല്ലാം കാരണം ഇറാൻ അവരെ ആക്രമിച്ചു. എന്തിനാണ് ഞങ്ങളെ ആക്രമിച്ചത്? നിങ്ങൾ ഡെപ്പോസിറ്റ് GCC കൺട്രീസ് അല്ല, GCC കൺട്രീസ് ഇസ്രായേലുമായിട്ട് എങ്ങനെ നല്ല ടേംസിൽ വരും? കാരണം അവർക്ക് പലസ്തീന് എതിരാണ്. അത് അല്ല, പാലസ്തീനെ പറ്റി ഇപ്പൊ ആര് പറയുന്നു? അതല്ല, ഈ എബ്രഹാം കരാർ. പക്ഷെ ഈ കൺട്രീസ് എല്ലാം പാലസ്തീനൊപ്പമാണ് നിൽക്കുന്നത്, അറിയാലോ. പാലസ്തീനൊപ്പം നിന്നിട്ട് കാര്യമില്ല. UAE ഇസ്രായേലുമായിട്ട് ചേർന്ന് എബ്രഹാം കരാർ ഒപ്പിട്ടു. സൗദി കരാർ ഒപ്പിടാൻ നിന്നപ്പോഴാണ്, സൗദിയും കൂടെ ഒപ്പിടാൻ നിന്ന എബ്രഹാം കരാർ. ആ എബ്രഹാം കരാർ ഒപ്പിടാൻ നിന്ന ദിവസമാണ് ഒക്ടോബർ 7-ന് ഇറാൻ അവിടെ പണിഞ്ഞത്. കാരണം ഇറാനിത് ഇഷ്ടമല്ല, മറ്റേ നമ്മുടെ അവിടെ കയറിയത് ടെററിസ്റ്റ്, ഹമാസിന്റെ ടെററിസ്റ്റ് ഇസ്രായേലിൽ കയറിയത്. അല്ലെങ്കിൽ സൗദി ഒപ്പിട്ടേനെ. ഇപ്പം ഇറാനെ ഒട്ടും വിശ്വാസമില്ല. ഇനി അതാ പെഷാഷ്കൻ വന്നാലും ആര് വന്നാലും ഇതൊരു വലിയ ശല്യമായി മാറിയിരിക്കുകയാണ്. അവർ ഇസ്രായേലുമായിട്ട് അടുക്കുകയാണ്. ഓൾറെഡി ഇന്ത്യയാണ് ഇതിലെ ബ്രോക്കർ തോന്നുന്നു. ഇന്ത്യ, UAE, ഇസ്രായേൽ, സൗദി, ഇത്രയും പേര് ചേർന്ന ഐമക്, ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്യൻ എക്കണോമിക് കോറിഡോർ വരെയാണ്. അപ്പൊ ഹോർമിസ് ബൈപ്പാസ് ചെയ്യാം. അത് ഉടനെ വരും. അതിന്റെ പണികൾ നേരത്തെ തുടങ്ങി. ഇനിയിപ്പം ഇറാന് ഒരു ചാൻസ് കൊടുത്തില്ല. അതുകൊണ്ട് ഈ യുദ്ധം കൊണ്ട് ഇറാൻ ചെയ്ത മണ്ടത്തരം മര്യാദയ്ക്ക് നിന്ന GCC കൺട്രീസിനെ പുഷ് ചെയ്ത് മറ്റൊരു ഇസ്രായേലിന്റെ കൂടെ ആക്കി.